ഹലോ, നാട്ടുവൈദ്യൻ വട്ടമംഗലം സുമേഷാണ്. ഉണ്ടല്ലോ വയറുവേദന, പല്ലുവേദന, എല്ലാ അസുഖത്തിനുള്ള മരുന്നുണ്ട്. അയ്യോ, 2-ാം തീയതി വരണ്ട കേട്ടോ. ഈ 1-ാം തീയതി അവധി ആയോണ്ടേ ഞാൻ 2ഉം 3ഉം മരുന്നിനൊരു പോക്കൊക്കെ പോകും. ആ ഓക്കെ, 4-ാം തീയതി പോരെ. നമസ്കാരം. ആ നമസ്കാരം. നാട്ടുവൈദ്യൻ വട്ടമംഗലം സുമേഷാണ്. ഇവിടെ ശിങ്കാരി മേളം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അല്ല, ഞാൻ പുറത്ത് നിന്നപ്പം കിടകിടകിടകിടാന്ന് ശബ്ദം കേട്ടാ. എന്റെ പൊന്നു കുഞ്ഞ ഇവിടെ ഞാൻ തിരി വെക്കും. ഈ ലയറ്റർ ഉള്ളതുകൊണ്ട് ഇന്ത്യ കത്തിയല്ല, അടിച്ചടിച്ച രൂപാട് വന്നു. എന്തുവായാലും കേൾക്കാൻ നല്ല രസമുണ്ട്. എന്തോ പറയാനാന്ന് പറയാ. ഞാൻ മോനായി. പക്ഷെ പ്രായമായാലും കുഴപ്പമൊന്നുമില്ല. വന്ന കാര്യം അതല്ല എന്റെ പേരാ പറഞ്ഞ ഞാൻ മോനായി. എന്നാ മോനായി? സിംഗറാണ്. എന്റെ ദൈവം, ഇത്രയും ജീവിതത്തിനിടയ്ക്ക് ആദ്യമേ ഇങ്ങനെ ഒരു പേഷ്യന്റ് എന്റെ മുമ്പിൽ വരുന്നത്. എന്തിൽ നിന്നാണ് ഇത് ഉണ്ടായെന്ന്? എന്റെ വൈദ്യരെ ഞാൻ പാട്ടുകാരനാണെന്ന്. പാട്ടുകാരനാ. അതുപോലെ വേദി നിന്ന് പാടുമ്പോ അങ്ങ് തലവേദനയാ. ഇത് നാട്ടുകാർക്കാണോ വീട്ടുകാർക്കാണോ? അല്ലെന്ന് എനിക്ക് എന്റെ ഈ തലയ്ക്ക് വേദന. അതുപോലെ ചില പാട്ടുകൾ പാടുമ്പോ വെള്ളി. ഏത് പാട്ട് പാടുമ്പോഴാണ് നിനക്ക് ഈ വെള്ളി? ഞാൻ ഉദാഹരണം പാടി കേൾപ്പിക്കാം. മാനത്തെ വെള്ളി. ഇതിനെല്ലാം മരുന്നുണ്ട്. സത്യം നിനക്ക് പേ ഉണ്ടോ? എനിക്ക് ഈ തലവേദനയെല്ലാം ഒരു അസുഖം ഇല്ല. ഗൂഗിൾ പേ ഉണ്ടോ? അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഒരസുഖത്തിന് ഇവിടെ 5000 രൂപയാ. അത് ഇതിനകത്ത് തുടർന്ന് കയറ്റണം. അയ്യോ, ഇച്ചിരി കൂടുതലാ. ഇല്ല കുഴപ്പമില്ല, കയറ്റിക്കോ. പാട്ടുകാരനല്ലോ. പാട്ടുകാരനാ. കൽപ്പാന്തകാലത്തോളം മോനെ കയറിയോടാ? റേഞ്ച് ഇല്ല, എന്നാലും കേറി. കയറിയോ? മറ്റേ വെള്ളിയുടെ 5000 ഇപ്പൊ കയറ്റുന്നുണ്ടോ? അത് അടുത്ത വെള്ളി. അടുത്ത വെള്ളിയാഴ്ചയുള്ളൂ. ഈ തലവേദന പെട്ടെന്ന് പോകാനുള്ള എന്തെങ്കിലും നല്ല മരുന്ന് പറഞ്ഞു. എന്റെ പൊന്നു കുഞ്ഞ്, ഇവിടെ പ്രകൃതിദത്തമായ പച്ചക്കറികൾ വരെ ഇവിടെ മരുന്നിന് ഉപയോഗിക്കുന്നുണ്ട്. നിസ്സാരം നിന്നെ ഇപ്പൊ കാണിക്കാം. ഇതെന്തോന്നറിയാവോ? അത് പാവയ്ക്ക. എന്നാ അടങ്ങിയിരിക്കുന്നേ? ഞാൻ വേദന കൊണ്ട് അടങ്ങിയിരിക്കോ? എടാ, ഇതിനകത്ത് എന്നാ അടങ്ങിയിരിക്കുന്നത്? അത് അടങ്ങിയിരിക്കത്തില്ല. അതിന് ഞാൻ ആര് പറഞ്ഞ് അടക്കി ഇരുത്തും ഞാനിത്? ഈ മരുന്നൊന്നും കഴിച്ചാൽ തലവേദന പോകത്തില്ല. ഈ മരുന്ന് കഴിക്കുമ്പോ പോത്തില്ലെങ്കിൽ കടയിൽ പോയി 2 കിലോ കോഴി മേടിച്ചങ്ങ് വേവിച്ചങ്ങ് കഴിക്കണം. നിന്റെ അസുഖം എല്ലാം അങ്ങ് മാറും. എന്റെ വൈദ്യരെ പെട്ടെന്ന് നല്ല എന്തെങ്കിലും മരുന്ന് പറഞ്ഞതാ. എടാ അല്ല, പിന്നെ ഒരു മരുന്നുണ്ട്, പച്ചമരുന്ന്. ഞാൻ പറഞ്ഞുതരാം. ഈ അമക്കൊരം ആവണക്കുള്ള പച്ചഞ്ചി, കരിഞ്ചീരകം, പെരിഞ്ചീരകം എല്ലാം കൂടെ സമൂലം ഇട്ടിളക്കണം. അരയാല് പേരാല് അത്തിളിത്തിൽ പറങ്ങി പാളയിലിട്ട് തലേദിവസം രാത്രി അങ്ങ് വെച്ചേക്കണം. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ 3 മണിക്ക് എണ്ണിച്ച് വയറ് നിറച്ച് ആഹാരം കഴിച്ചതിന് ശേഷം വെറും വയറ്റിൽ വേണം ഈ മരുന്ന് സേവിക്കാൻ. കട്ടി ആഹാരം ഒഴിവാക്കണം. ബോണ്ട കഴിക്കാവോ? ബോണ്ടയുടെ ഉള്ളെങ്ങനെയും കഴിക്കാൻ. കരിന്തോട് കളഞ്ഞാല്. പാലപ്പം സൈഡ് കഴിക്കരുത്, സെൻട്രൽ സേവിക്കാം. കുഴപ്പമൊന്നുമില്ല.